ശ്രീ എബിൻ റോസ്, ഈ കേരളത്തിലേക്ക് ലയണൽ മെസ്സിയും അർജന്റീന ടീമും വരാനുള്ള സാധ്യതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് മാച്ച് കളിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? എവിടെയായിരിക്കും അത് സാധ്യമാവുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. താങ്കളുടെ നിരീക്ഷണം എന്താണ്? സാറേ, ഇത് കേൾക്കാൻ വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം എന്ന് പറയാം. മെസ്സി അർജന്റീന ലോകത്തിലെ 1-ാം നമ്പർ ടീമും 1-ാം നമ്പർ കളിക്കാരനും. അവർ വരുമ്പോൾ ഏത് ഫുട്ബോൾ ആരാധകനാണ് അല്ലെങ്കിൽ പ്രേമിയാണ് സന്തോഷിക്കാത്തത്? പക്ഷേ നമുക്കറിയാം, ഏതൊക്കെ രാജ്യങ്ങൾ വന്നാലും ഏതൊക്കെ ക്ലബ്ബ് വന്നാലും ഇന്നും അർജന്റീനയും ബ്രസീലിനെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കേരള ഫുട്ബോൾ ആരാധകർക്ക് ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വായിച്ചായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് ക്രൈറ്റീരിയ കട്ട് ചെയ്ത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പോരായ്മകളെ കുറിച്ച്. അതിന് തൊട്ടു മുമ്പേ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ സെക്രട്ടറി ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റേഡിയം കളിക്കാൻ യോഗ്യമല്ല, കളിക്കാരുടെ സുരക്ഷിതത്വം, ഒപ്പം തന്നെ ഗാലറിയുടെ ആ ഒരു പ്രകമ്പനം, കാണികൾ ഒരുമിച്ച് ബഹളം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം കാരണം സ്റ്റേഡിയം പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് കാണികളെ വരെ വെട്ടിച്ചുരുക്കിയത്. അപ്പോൾ ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ അർജന്റീനയെ പോലൊരു ടീം ഇവിടെ വന്ന് കളിക്കും എന്ന് പറയുന്നത് തന്നെ നമ്മളെപ്പോലുള്ള ഫുട്ബോൾ നിരീക്ഷകർക്ക് തീർച്ചയായിട്ടും സംശയമുളവാക്കുന്ന കാര്യമാണ്. അതുകൂടാതെ നമ്മൾ ഒരു മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് മുമ്പേ 1-2 ആഴ്ച തട്ടിക്കൂട്ട് ക്യാമ്പ് നടത്തിയിട്ടല്ല ഈ പ്രൊഫഷണൽ ടീമുകൾ. ആദ്യം പ്രൊഫഷണലിസം എന്തെന്ന് മനസ്സിലാക്കണം. കാരണം ഒരു കലണ്ടർ നിശ്ചയിക്കുന്നത് ഒരു വർഷം മുമ്പേ അല്ലെങ്കിൽ 6 മാസം മുമ്പേ കലണ്ടർ നിശ്ചയിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്താണ് ഒരു പ്രൊഫഷണൽ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ടീമുകളോ ഒക്കെ. നിങ്ങൾ ഒരു ഉദാഹരണം, ഞാൻ മെസ്സി കേരളത്തിൽ കളിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം മെസ്സി ഒരു പ്രൊഫഷണൽ താരമാണ്. അദ്ദേഹം അർജന്റീനയുടെ ചില മത്സരങ്ങളിൽ നിന്ന് പോലും സ്കിപ്പ് ചെയ്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അടുത്ത വേൾഡ് കപ്പ് അമേരിക്കയിലാണ്. ആ വേൾഡ് കപ്പിൽ കളിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ മെസ്സി അമേരിക്കയിൽ ക്ലബ്ബ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് നോക്കുക, അവർ കൃത്യമായ പ്രൊഫഷണലുകളാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ നമ്മൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയിലെ ഒരു സ്റ്റേഡിയം പോലും ഒരു ഇന്റർനാഷണൽ റാങ്കിങ്ങിനകത്ത് 1-ാം നമ്പർ റാങ്കിങ്ങുള്ള ഒരു രാജ്യം, ആ രാജ്യം വന്ന് കളിക്കാൻ ഒരിക്കലും യോഗ്യമായ ഒരു സ്റ്റേഡിയവും ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഇല്ല. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, എതിരെ കളിക്കുന്ന ഏത് ടീമെന്ന് ഇതുവരെയ്ക്കും നിശ്ചയിച്ചിട്ടില്ല. അത് തന്നെ റാങ്കിങ്ങിനകത്ത് ഏറെ മുന്നിലുള്ള രാജ്യങ്ങളാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കലണ്ടർ ഇയർ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ടീം വരുന്നതെന്ന് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം ഇതിനൊരു രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ഫുട്ബോളിന് ഉപയോഗിക്കരുത്. ദയവ് ഇതൊരു റിക്വസ്റ്റാണ്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആഹ്ലാദിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. പക്ഷെ ഞങ്ങളെയൊക്കെ കൊതിപ്പിച്ചിട്ട് വിഷമിപ്പിക്കരുത്. ഇത് മാത്രമേ പറയാനുള്ളൂ. അല്ല, ഇത് മാത്രമെന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് ഇവിടെ ഒരു പ്രൊഫഷണൽ ടീമിന് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അടിസ്ഥാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീന ടീമോ കേരളത്തിൽ വന്ന് കളിക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ കോൺട്രാക്ട് ഉണ്ടാക്കിയാലും അത് സാധ്യമാകില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അതായത് അത് നടക്കാൻ പോകുന്നില്ല എന്നാണോ കരുതുന്നത്? സർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരു മത്സരത്തിന് മുമ്പേ 1 ആഴ്ച 2 ആഴ്ച തട്ടിക്കൂട്ടി രാഷ്ട്രീയക്കാർ പറയുന്നതും സ്പോൺസേഴ്സ് പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് സ്വാധീനമുള്ള ആൾക്കാരും ഒക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ടീമായിരിക്കും പോവുക. പലപ്പോഴും അങ്ങനെ നമ്മൾ പല ആരോപണങ്ങളും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അവരൊക്കെ പക്ക പ്രൊഫഷണലാണ്. ഫിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിൽ 175ഓളം രാജ്യങ്ങളുള്ളപ്പോൾ ഫുട്ബോൾ 225 രാജ്യങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം വലിയൊരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രൊഫഷണലിസം ഇന്ന് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് 100-ാം റാങ്കിനകത്ത് പോലും എത്താൻ സാധിക്കാത്ത തരത്തിൽ വളരെ ഹയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു സിസ്റ്റം വളരെ ക്ലിയർ കട്ടാണ്, വളരെ പ്രൊഫഷണൽ. നമ്മൾ ഇന്നും പ്രൊഫഷണലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നല്ലാതെ ഇന്നും ഡിപ്പാർട്ട്മെന്റ് ടീമുകളെ പ്രൊമോട്ട് ചെയ്യണം, സർക്കാർ ജോലി കൊടുക്കണം. അതിനപ്പുറം പ്രൊഫഷണലുകളായാൽ എന്തൊക്കെ ഗുണം കിട്ടും എന്ന് ഒരു അവയർനെസ് വരുത്തിക്കൊണ്ട് കായിക താരങ്ങളെ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്ത, അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാത്ത, നേരെ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് വന്ന് കളിക്കുക. ഇപ്പം ഞാൻ അതാണ് ആദ്യമായിട്ട് പറഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് ക്രൈറ്റീരിയ കട്ട് ചെയ്യപ്പെട്ടു. അത് നമ്മൾ ഇന്നലെ പത്രത്തിൽ വായിച്ചാണ്. ഇന്നലത്തെ വലിയ ന്യൂസാണ്. സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ നടക്കുന്നു. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ടീമിന് കളിക്കാൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ലൈസൻസ് ക്രൈറ്റീരിയ കട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അർജന്റീന പോലെ ലോകത്തിലെ നമ്പർ 1 ടീം, നമ്പർ 1 കളിക്കാരനെ മെസ്സി ഇവിടെ നിന്ന് കളിക്കും? ഇതാണ് എൻ്റെ ചോദ്യം.